ഹായ് കൂട്ടുകാരെ, കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്ക് 100 ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് തീർത്താലോ? കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉദ്ഭവിക്കുന്നത് പ്രധാനമായും ഏത് പർവ്വതനിരയിൽ നിന്നാണ്? പശ്ചിമഘട്ടം. കേരള സർക്കാരിന്റെ മാനദണ്ഡപ്രകാരം എത്ര കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്? 15 കിലോമീറ്ററിലധികം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലെ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാർ. പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. പെരിയാർ പതിക്കുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ചൂർണി. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷകനദിയാണ്? പെരിയാർ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ മറ്റു പേരുകൾ: നിള, പേരാർ, പൊന്നാനിപ്പുഴ. പ്രാചീനകാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് ഏത് പേരിലാണ്? പേരാർ. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏത്? പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്രോതസ് ആണമൽ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷകനദി തിരൂർ നദി. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ വളപട്ടണം പുഴ. വളപട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് പഴശ്ശി അണക്കെട്ട്. കാസർകോട് ജില്ലയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ചന്ദ്രഗിരി പുഴ. തുളുനാടിനും മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾക്കും ഇടയ്ക്കുള്ള പരമ്പരാഗതമായ അതിർത്തിയായി പരിഗണിക്കപ്പെടുന്ന നദി ചന്ദ്രഗിരി പുഴ. പേസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ. ഉദ്ഭവസ്ഥാനത്ത് പുല്ലുകയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി മണിമലയാർ. ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി വാമനപുരം നദി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ പുഴ കുപ്പം പുഴ. കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന നദി മീനച്ചിലാർ. മീനച്ചിലാറിന്റെ ഉദ്ഭവസ്ഥാനം കുടമുരുട്ടി മല. മഞ്ഞനദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കുറ്റ്യാടി പുഴ. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി കുറ്റ്യാടി പുഴ. ഗരമനയാർ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? തിരുവനന്തപുരം. കർണാടകത്തിലെ ആനേഗുണ്ടി മലയിൽ നിന്ന് ഉദ്ഭവിച്ച് കാസർകോട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഷിരിയ നദി. തേജസ്വിനി എന്ന് അറിയപ്പെടുന്ന പുഴ കാര്യങ്കോട് പുഴ. കർണാടകത്തിലെ കൂർഗ് വനത്തിനുള്ളിലെ മലനിരകളിൽ ഉദ്ഭവിക്കുന്ന നദി കാര്യങ്കോട് പുഴ. ഗയ്യൂർ രക്തസാക്ഷി മണ്ഡപം ഏത് നദിയുടെ തീരത്താണ്? കാര്യങ്കോട് പുഴ. പ്രശസ്തമായ വെളി നെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏത് നദിക്കരയിലാണ്? ഇത്തിക്കരയാർ. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി നെയ്യാർ. നെയ്യാർ നദിയുടെ ഉദ്ഭവകേന്ദ്രം അഗസ്ത്യാർകൂടം. മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേര് മാഹിപ്പുഴ. വണ്ണാത്തിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പയ്യന്നൂർ പുഴ. കാസർകോട് ജില്ലയിലെ വീരക്കമ്പാകുന്നുകളിൽ നിന്ന് ഉദ്ഭവിച്ച് അറബിക്കടലിൽ പതിക്കും നദി ഉപ്പളപ്പുഴ. പ്രസിദ്ധ വെള്ളച്ചാട്ടങ്ങളായ അതിരപ്പള്ളി, വാഴച്ചാൽ എന്നിവ ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ടത് ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ. വിയ്യൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ദാണിക്കുടം പുഴ. മച്ചാട്ടുമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി കേച്ചേരിപ്പുഴ. കണ്ണൂർ ജില്ലയിലെ കുറ്റിമലയുടെ നിന്ന് ഉദ്ഭവിക്കുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴ. കാസർകോട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു പുഴ നീലേശ്വരം പുഴ. കൊടുമണിലെ കളരിത്തറക്കുന്ന് എന്ന പ്രദേശത്തുനിന്ന് ഉദ്ഭവിക്കുന്ന നദി വള്ളിക്കൽ പുഴ. എലത്തൂർ പുഴ എന്നും അറിയുന്ന നദി കോരപ്പുഴ. മൊഗ്രാൽ പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? കാസർകോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളൊഴുകുന്ന ജില്ല കാസർകോട്. ഗവ്വായിപ്പുഴ ഉദ്ഭവിക്കുന്നത് എവിടെ നിന്ന്? കാസർകോട് ജില്ലയിലെ ചീമേനി കുന്നിൽ നിന്ന്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിന്റെ ഒരുവശം മുഴുവൻ ചുറ്റപ്പെട്ടുകിടക്കുന്ന നദി മാമം പുഴ. കുയ്യാലിപ്പുഴയുടെ മറ്റൊരു പേര് തലശ്ശേരിപ്പുഴ. ലെപ്റ്റർമാ ബിജു എന്ന ഞണ്ടുകൾ കാണപ്പെടുന്ന ഏക നദി ചിത്താരിപ്പുഴ. ദടി വ്യവസായ കേന്ദ്രമായ കല്ലായി സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണ്? ഗല്ലായിപ്പുഴ. കണ്ണൂരിലെ 19 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു നദി രാമപുരം പുഴ. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ നദി. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഏറ്റവും വടക്കേയറ്റത്തുള്ളത് കബനി നദി. കേരളത്തിൽ നിന്ന് ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദി ഭവാനിപ്പുഴ. ശിരുവാണി നദി ഏത് നദിയുടെ പോഷകനദിയാണ്? ഭവാനിപ്പുഴ. പാമ്പാർ നദിയുടെ ഉദ്ഭവം എവിടെ നിന്ന്? ഇടുക്കി ജില്ലയിലെ ദേവികുളത്തുനിന്ന്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാമ്പാർ നദി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം ഏത് നദിയിലാണ് എത്തിച്ചേരുന്നത്? തൊടുപുഴയാർ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഗുന്തിപ്പുഴ. 100 കിലോമീറ്ററിൽ അധികമുള്ള എത്ര നദികളുണ്ട് കേരളത്തിൽ? 11 എണ്ണം. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഗുന്തിപ്പുഴ. മൗര്യസാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്തമൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പ്രതിപാദിക്കപ്പെടുന്നു നദി
മീനച്ചിലാർ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ട്. വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന നദി. തൂതപ്പുഴ. പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി. ഇരുവഴിഞ്ഞിപ്പുഴ. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ കാലടി ഏത് നദീതീരത്താണ്? പെരിയാർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കളുടെ വിശുദ്ധമായ ശ്മശാനം തിരുവിൽവാമലയിലെ ആവർമഠം. മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ, റാന്നി ഹിന്ദുമത കൺവെൻഷൻ എന്നിവ നടക്കുന്നത് ഏതു നദിയിലെ മണൽപ്പുറത്താണ്? പമ്പാനദി. ആറന്മുള വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പാനദി. ഇന്ത്യയിൽ വെച്ചുതന്നെ ഏറ്റവുമധികം മത്സ്യവൈവിധ്യവും ജൈവവൈവിധ്യവും കാണപ്പെടുന്ന നദി. ചാലക്കുടിപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. ഭാരതപ്പുഴ. മുല്ലപ്പെരിയാർ ഡാം ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ. ശ്രീനാരായണഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. പ്രാചീനകാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി. ഗബനി. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഗബനി. കരിമ്പുഴ എന്നും വിളിക്കപ്പെടുന്ന നദി. ഗടലുണ്ടിപ്പുഴ. പമ്പയുടെ ഒരു പോഷകനദി. അച്ചൻകോവിലാർ. ഗല്ലടയാർ ഒഴുകുന്ന ജില്ല. കൊല്ലം. മാമാങ്കം ഏത് നദിയുടെ തീരത്തായിരുന്നു നടന്നിരുന്നത്? ഭാരതപ്പുഴ. 3 പുഴകൾ സംഗമിച്ചുണ്ടാകുന്ന നദിയാണ്. മൂവാറ്റുപുഴയാർ. അവ ഏതൊക്കെ? കോതയാർ, കാളിയാർ, തൊടുപുഴയാർ. പെരിയാറിന്റെ ഒരു പോഷകനദി. മുല്ലയാർ. മുല്ലയാറിന്റെ ഉദ്ഭവസ്ഥാനം കോട്ടമല കൊടുമുടി. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേരിട്ട്. മലയാളത്തിലെ ഏത് കവിയാണ്? എഴുത്തച്ഛൻ. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദി. പമ്പാനദി. പമ്പാനദിയുടെ ഉദ്ഭവം എവിടെയാണ്? പീരുമേട്ടിലെ പുളച്ചിമല. ശബരിമലയുമായി ബന്ധപ്പെട്ട് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയേത്? പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത്? കുട്ടനാട്. ദക്ഷിണ ഭഗീരഥിയെന്ന് വിളിക്കപ്പെടുന്ന നദി. പമ്പാനദി. കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ 4ാം സ്ഥാനമുള്ള നദി. ചാലിയാർ. ചാലിയാർ നദിയുടെ മറ്റൊരു പേര് ബേപ്പൂർ നദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.